ആ കുടുംബത്തെ സഹായിക്കണമെന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെയും വകുപ്പിൻ്റെയും നിർദ്ദേശം ഏറെക്കുറെ മാനേജ്മെന്റ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. 10 ലക്ഷം രൂപ അവർ കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ആ കുടുംബത്തിന്റെ അവസ്ഥ കണ്ടാൽ ഇതൊന്നും ഒരു സഹായമല്ല. അതുകൊണ്ട് മാനേജ്മെന്റ് ഒന്നുകൂടെ ആലോചിക്കേണ്ടത് ആ സ്കൂളിൽ കുട്ടിയുടെ മകന്റെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കോ ഒരാൾക്കോ ഒരു ജോലിയും കൂടെ കൊടുത്താൽ അവർക്ക് ഒരു വരുമാനമായി മാറും. ആ വീട് നിന്ന് കണ്ടാൽ വളരെ ദയനീയമാണ്. നമ്മുടെ ബോർഡെല്ലാം ഉണ്ടല്ലോ, നമ്മൾ ബോർഡൊക്കെ വെച്ചിട്ട് നമ്മുടെ പരസ്യത്തിന് വേണ്ടി എഴുതി വയ്ക്കുന്ന ഫ്ലെക്സ് ബോർഡ്, ആ ബോർഡ് വെച്ച് മറച്ചൊക്കെയാണ് ആ വീടിൻ്റെ സ്ഥിതി എന്ന് പറയാം. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ വകയായി ഒരു 20 ലക്ഷത്തിന് താഴെയുള്ള ഒരു നല്ല വീട് വെച്ച് കൊടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ ആരംഭിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനിന്നലെ അവരുടെ മോർച്ചറിയിൽ ഞാൻ പോയിരുന്നു. വളരെ ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചയാണ്. അത് കഴിഞ്ഞ ശേഷം അവരുടെ വീട്ടിൽ ഞാൻ പോയിരുന്നു. ചില രാഷ്ട്രീയ പാർട്ടികളും ചില സംഘടനകളും ഒക്കെ അവിടെ വരുന്ന പൊതുപ്രവർത്തകരെ തടയുമെന്നും കരിക്കൊടി കാണിക്കുമെന്നൊക്കെ പ്രഖ്യാപനം ഉണ്ടായിട്ട് പോലും ആ സ്കൂളിലും ഞങ്ങൾ പോയി അവർ കരിക്കൊടിയൊക്കെ കാണിച്ച് വാഹനത്തൊക്കെ തടയുന്നതിനുവേണ്ടി തയ്യാറാണ്. ഒരു ഭരണ വീട്ടിൽ പോകുമ്പോൾ കരിക്കൊടി കാണിച്ച് തടയുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് എന്ത് രാഷ്ട്രീയ നിലപാടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്.